പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രത്യേക പ്രോത്സാഹനങ്ങളും പാക്കേജുകളും നയത്തിൽപ്പെടും. സർ, തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങളും പരിശോധിക്കും. ആവശ്യമായ എല്ലാ അംഗീകാരങ്ങൾക്കുമുള്ള ഏകജാലക ക്ലിയറൻസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡ്യൂട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചാർജുകൾ ഇളവുകൾ, വൈദ്യുതിക്കും വെള്ളത്തിനുള്ള സബ്സിഡി നിരക്കുകൾ, നികുതി ഇളവുകൾ, മൂലധനത്തിന് മേലുള്ള നിക്ഷേപ സബ്സിഡി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഈ നിക്ഷേപക പോളിസിയുടെ ഭാഗമായിരിക്കും. സർ, ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ചെറുകിട വ്യാപാര മേഖല. സർ, ചെറുകിട വ്യാപാര മേഖല ലോകമെമ്പാടും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കേരളത്തിലെ വ്യാപാരി സമൂഹവും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. റീറ്റെയിൽ ചെയിനുകളുടെയും വലിയ ഷോപ്പിംഗ് മാളുകളുടെയും ഓൺലൈൻ വ്യാപാരത്തിന്റെയും കടന്നുവരവാണ് പ്രതിസന്ധിക്ക് കാരണം. നവകേരള സദസ്സുകളിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട വ്യാപാര സമൂഹം ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. പരമ്പരാഗത രീതിയിൽ കച്ചവടം നടത്തുന്ന ബ്രിക്ക് ആൻഡ് മോർട്ടർ കടകൾ നേരിടുന്ന പ്രശ്നത്തിന്റെ കാരണം വൻകിടക്കാർക്ക് ലഭ്യമാകുന്ന വലിപ്പ നേട്ടങ്ങളും സ്കെയിൽ എക്കോണമി, പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവുമാണ്. ഈ പ്രശ്നത്തിന്റെ പരിഹാരം വലിപ്പ നേട്ടങ്ങളും ആധുനിക സങ്കേതങ്ങളുടെ സൌകര്യവും നമ്മുടെ വ്യാപാര സമൂഹത്തിന് ലഭ്യമാക്കുകയാണ്. വ്യാപാരികൾ കൂട്ടായ്മകൾ ഉണ്ടാക്കി ഒരുമിച്ച് നിന്നാൽ വലിപ്പ നേട്ടങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. ഉൽപാദകരിൽ നിന്നും വലിയ അളവിൽ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുകയും ചരക്ക് നീക്കം, ഇൻവെന്ററി മാനേജ്മെന്റ്, കടകളിലേക്കുള്ള വിതരണത്തിൽ ലോജിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുകയും വേണം. അതിന് സഹായകരമായ നിലയിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആധുനിക മാനേജ്മെന്റ് സങ്കേതങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവ ഉപയോഗപ്പെടുത്തുകയും വേണം. സാങ്കേതിക സംവിധാനം രൂപപ്പെടുത്താൻ നമ്മുടെ സർവകലാശാലകൾക്കും മാനേജ്മെന്റ് സ്ഥാപനം കഴിയും. പ്രാരംഭ ചെലവുകൾക്ക് 300 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. ചെറുകിട വ്യാപാര മേഖല സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തും. കായിക സമ്പദ് വ്യവസ്ഥ. സർ, കായിക സമ്പദ് വ്യവസ്ഥയിലെ മേഖലയിലെ സുസ്ഥിരമായ വികസനത്തിനൊപ്പം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവനകൾ ചെയ്യുന്ന ഒന്നാക്കി കായിക രംഗത്തെ മാറ്റുവാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ കായിക നയം. രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട കായിക ഉച്ചകോടിയിലൂടെ 5000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചത് മികച്ച നേട്ടമാണ്. അടിസ്ഥാന സൌകര്യങ്ങൾ, കായിക അനുബന്ധ വ്യവസായങ്ങൾ, പുതിയ ലീഗുകൾ, കായിക സ്റ്റാർട്ടപ്പുകൾ, അക്കാദമികൾ തുടങ്ങിയ രംഗങ്ങളിലാണ് നിക്ഷേപങ്ങൾ ഉണ്ടാവുക. 10,000-ലധികം തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ഭാഗം 3. സർ, പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി വരുന്നത്. കൃഷി. സർ, കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ട നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 2,36,344 തൊഴിലവസരങ്ങളാണ് കാർഷിക മേഖലയെ സൃഷ്ടിച്ചത്. കാർഷിക മേഖലയ്ക്ക് 2024-25 വാർഷിക പദ്ധതിയിൽ ആകെ 1,698.30 കോടി രൂപ വകയിരുത്തുന്നു. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട് കേര. സർ, കാർഷിക മേഖലയിൽ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല ആധുനികവൽക്കരണം എന്നൊരു പുതിയ പദ്ധതി 2024-25 ലോകബാങ്ക് വായ്പയോടെ ആരംഭിക്കുന്നതാണ്. ചെറുകിട കർഷകർ, കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവരുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന തരത്തിൽ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി പ്രാദേശിക സാമ്പത്തിക വികസനം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 5 വർഷം കൊണ്ട് 2,365 കോടി രൂപ ഈ പദ്ധതി വഴി ചെലവിടും. കാർഷിക മേഖലയിലെ കാലാവസ്ഥാ പ്രതിരോധവും ലഘൂകരണവും ചെറുകിട വാണിജ്യവൽക്കരണം, കണ്ടിജൻസി, എമർജൻസി റെസ്പോൺസ്, പൊട്ടൻഷ്യൽ ക്ലൈമറ്റ് ഫൈനാൻസിംഗ് എന്നീ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മൂല്യവർദ്ധനയുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് ഘടകങ്ങൾ വ്യവസായ വകുപ്പിന്റെ സജീവ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നതാണ്. സംസ്ഥാന വിഹിതം ഉൾപ്പെടെ ഈ വർഷം 100 കോടി രൂപയാണ് ഇതിന് മാറ്റിവെക്കുന്നത്. വിളപരിപാലന മേഖലയ്ക്കായി 535.9 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാനത്തെ നെല്ലുൽപാദന പദ്ധതികൾക്കായിട്ട് 93.6 കോടി രൂപ വകയിരുത്തുന്നു. സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറി വികസന പദ്ധതിക്കായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാളികേരത്തിന് 32 രൂപയിൽ നിന്ന് 34 രൂപയായിട്ട് താങ്ങുവില നേരത്തെ ഉയർത്തിയിരുന്നു. നാളികേര വികസന പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്ത് സുഗന്ധ വ്യഞ്ജന കൃഷികൾക്കായിട്ട് 4.6 കോടി രൂപ വിലയിരുത്തുന്നു. ഫലവർഗ കൃഷിയുടെ വിസ്തൃതി വിലയിരുത്തുന്നതിന് 18.92 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ്. സർ, സംസ്ഥാനത്ത് വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തര ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റങ്ങളോടും കീടബാധയോടുമെല്ലാം പ്രതികരിക്കാൻ കഴിയുന്ന ഉൽപാദനശേഷിയുള്ളതായി വിളകളെ മാറ്റേണ്ടത് അനിവാര്യമാണ്. ഈ മേഖലയിലെ പുതിയ വിജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഗവേഷണങ്ങൾ നടത്തുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന് കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് സ്ഥാപിക്കും. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വിള ആരോഗ്യ പരിപാലന പരിപാടിക്ക് 13 കോടി രൂപ വിലയിരുത്തുന്നു. ഫാം യന്ത്രവൽക്കരണത്തിന് 16.95 കോടി രൂപ
വകയിരുത്തുന്നു. കുട്ടനാട്ടിലെ പരമ്പരാഗത പെട്ടിയും പറയും സമ്പ്രദായത്തിന് പകരം വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പും മോട്ടോറും തറയും സ്ഥാപിക്കുന്നതിന് 36 കോടി രൂപ വകയിരുത്തുന്നു. കൃഷി ഉന്നതി യോജനയ്ക്ക് 77 കോടി രൂപയും വിളവെടുപ്പിന് ശേഷമുള്ള മൂല്യവർദ്ധന പരിപാടിക്കായിട്ട് 8 കോടി രൂപയും വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യക്ഷമമായ വിപണനം ഉറപ്പുവരുത്തുന്ന പദ്ധതിക്ക് 43.9 കോടി രൂപ വകയിരുത്തുന്നു. ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 42 കോടി രൂപ ഉൾപ്പെടെ കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി രൂപ വകയിരുത്തുന്നു. സർ, മണ്ണ് ജലസംരക്ഷണ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി 83.99 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 277.14 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 82.5 കോടി രൂപയും കേരള വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 57 കോടി രൂപയും വകയിരുത്തുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ 32.18 കോടി രൂപയും പ്രത്യേക കന്നുകാലി പരിപാലന പരിപാടിക്കായി 42.5 കോടി രൂപയും വകയിരുത്തുന്നു. കേരള ഫീഡ്സിനുള്ള സഹായമായി 16.2 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണം സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന പദ്ധതിക്ക് 17 കോടി രൂപ വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്സിന് 17.14 കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും 3.64 കോടി രൂപ അധികരിച്ച് വകയിരുത്തുന്നു. ക്ഷീരവികസനം സർ, ഈ വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ 109.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് എന്ന പദ്ധതിക്ക് 11.4 കോടിയും ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് 22.55 കോടിയും വകയിരുത്തുന്നു. മത്സ്യബന്ധനം സർ, തീരദേശവാസികളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിക്കാനും പരിഹാര നടപടികൾ സ്വീകരിക്കാനുമായി സംസ്ഥാനത്തെ തീരദേശ മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച തീരസദസ്സിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച് സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകി വരുന്നുണ്ട്. മത്സ്യബന്ധന മേഖലയ്ക്ക് ആകെ 227.12 കോടി രൂപ വകയിരുത്തുന്നു. പെട്രോളിംഗിനായിട്ടുള്ള ബോട്ടുകൾ എടുക്കുന്നതുൾപ്പെടെ മത്സ്യവിഭവങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഉറപ്പാക്കുക എന്ന പദ്ധതിക്കായിട്ട് 9 കോടി രൂപ നീക്കിവെക്കുന്നു. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളിക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് സേവിംഗ് കം റിലീഫ് സ്കീം. ഈ സ്കീമിൽ കേന്ദ്ര സർക്കാർ ആനുപാതിക വിഹിതം നൽകാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം അതുകൂടി നൽകേണ്ട അവസ്ഥയാണ് സർ. ഈ സ്കീമിന്റെ സംസ്ഥാന വിഹിതമായി 22 കോടി രൂപ മാറ്റിവെക്കുന്നു. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയ്ക്ക് 7 പദ്ധതികളായി 80.91 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 67.5 കോടി രൂപ അക്വാകൾച്ചർ വികസനം എന്ന പദ്ധതിക്കാണ്. മത്സ്യഫാമുകൾ, നഴ്സറികൾ, ഹാച്ചറികൾ എന്ന പദ്ധതിക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, അരൂർ ചന്ദ്രൂര് അവിടുത്തെ മത്സ്യ വ്യവസായ മേഖലയുടെ സുഗമമായ പ്രവർത്തനത്തിന് പൊതു മലിനജല സംസ്കരണശാല സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. കോമൺ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനത്തിനായി 2024-25 136.98 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൌകര്യങ്ങളും അവരുടെ